ചെയ്ത് കൊടുക്കുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനൽ നെയിം പറഞ്ഞു തരുമോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാറ്റഗറി എന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇംഗ്ലീഷ്. അപ്പോൾ അതിന് ശേഷം അത് ഓൾറെഡി ChatGPT മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ChatGPT ഞാൻ ഓൾറെഡി അത് അടിച്ചു കൊടുത്ത്. ഓക്കെ, തികച്ചും ശരി. ഇവിടെ ചില മലയാളം കുക്കിംഗ് ചാനൽ നിങ്ങൾക്ക് അമ്മയുടെ അടുക്കള, നാടൻ രുചി, ഓക്കെ, ട്രെൻഡിങ് നാടൻ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ചാനലിൻ്റെ പേര്, ചെറുപുഴ അടുക്കള, കുടുംബ രുചി, തെങ്ങിൻതാഴ്, എന്തൊക്കെയോ കുറേ ചാനൽ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡൽ ക്യാച്ചിങ് ടൈറ്റിൽ സ്റ്റൈൽ. ഓക്കെ, കേരള കിച്ചൺ, അതും കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി ഇത് സെലക്ട് ചെയ്യട്ടെ. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് ഇതേ ChatGPTക്ക് പറയാം ഐ ആം സെലക്റ്റഡ്. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാം, കേരള ഫുഡ് സ്പെഷ്യൽ, മലയാളം കിച്ചൺ. ഓക്കെ, അതിന് ശേഷം എല്ലാം ലോഗോ ഐഡിയ, ഇവിടെ ഓൾറെഡി ലോഗോൻ്റെ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ കേരള, അങ്ങനത്തെ കുറേ ഓപ്ഷനുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, ഡിസ്ക്രിപ്ഷൻ, ലോഗോ ആണ്. അപ്പം ലോഗോയും വേണം നമുക്ക്, ലോഗോ വേണം, ബാനർ വേണം. ഇത് രണ്ടുപേരും ഓക്കെ. ഓൾറെഡി പേര് ഇപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ഇതുണ്ടല്ലോ പേര്, അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പേജ് വെക്കുക കേട്ടോ. അപ്പോൾ സ്പൈസി കേരള കിച്ചൺ എന്നാണ് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് ലോഗോ പ്രോംപ്റ്റ് എന്നാണ് നിങ്ങൾ നെക്സ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ChatGPTക്ക് ലോഗോ പ്രോംപ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചാനലിൻ്റെ പേര് കിട്ടി, ഇനി ലോഗോ ആണ് വേണ്ടത്. ലോഗോ പ്രോംപ്റ്റ് എന്ന് സെലക്ട് ചെയ്തതിന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്കിവിടെ പ്രോംപ്റ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രോംപ്റ്റ് എടുക്കാം കേട്ടോ, കോപ്പി ചെയ്തെടുക്കാം. ഈ പ്രോംപ്റ്റ് കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ വരേണ്ടത് നേരെ ഇവിടെ വരേണ്ടത്, മിനി ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ബനാനാൻ്റെ ഒരു സിഗ്നലായിരിക്കും കാണിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ വേറെ എന്തെങ്കിലുമായിരിക്കും. എൻ്റെ ഓൾറെഡി ജിമിനി ആപ്പ് മലയാളത്തിലാണ് വരിക. അതിനുശേഷം ചിത്രം ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ പ്രോംപ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഈ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, നിങ്ങൾക്ക് അപ്പം തന്നെ സ്പോട്ടിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് ചാനലിൻ്റെ ഐഡിയ തന്ന് നമ്മുടെ ചാനലിൽ ഓൾറെഡി ലോഗോ ക്രിയേറ്റ് ആയി തന്നിട്ടുണ്ട്. എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് സ്പൈസി കേരള കിച്ചൺ. ഓക്കെ, ഓൾറെഡി ഒരു ലോഗോ കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗോയിൽ മാറ്റം വരുത്താം. നമ്മൾ